ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള പലവിധം വിഭവങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. എല്ലാ വിഭവങ്ങളും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഇഫ്താറിന്റെ സമയത്തും അല്ലാത്ത സമയത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്ന വിഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്കൊരു 1/2 കപ്പ് ചൗവരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചൗവരി എടുക്കുമ്പോൾ വെള്ള കളറിലുള്ള ചൗവരി എടുക്കരുത്. ഈ ഒരു രീതിയിൽ നമുക്കുള്ളിലേക്ക് കാണുന്ന ഒരു കല്ല് പോലെയൊക്കെ ഉള്ള ഒരു ചൗവരി ഉണ്ടല്ലോ, അത് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. വെള്ള ചൗവരി ആവുമ്പോൾ, വെള്ള മുത്ത് പോലെയുള്ളതാവുമ്പോൾ അതങ്ങ് കലങ്ങി പോകും വെള്ളത്തിലേക്ക് ഇടുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് നമുക്ക് ഈ ഒരു രീതിയിലുള്ള ചൗവരിയാണ് കേട്ടോ വേണ്ടത്. ഇനി ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ ചവരി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചവരി ആകുമ്പോൾ കണ്ടല്ലോ, എത്ര വെന്താലും ഇത് കലങ്ങി പോവില്ല കേട്ടോ, അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ചവരി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ട് വെള്ളം വഴറ്റിയിട്ടുണ്ടെങ്കിൽ, പഴം വേവാനുള്ള വെള്ളം ഇല്ലെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പഴം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊക്കെ ഒന്ന് അടച്ചു വെക്കാം. ഇതൊന്ന് സാവധാനം വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റിപ്പോവും. അപ്പോൾ പതുക്കെ ഒന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും പിന്നെ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ലൂസായിട്ട് വരും കേട്ടോ, ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ആവശ്യത്തിന് അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ അല്ലെങ്കിൽ പശുവിൻ പാലായാലും മതി കേട്ടോ, ഏത് പാലായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഇതിലേക്ക് 2 പാൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാപ്പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ തിളപ്പിക്കണ്ട, ഒന്ന് ചൂടായി കഴിഞ്ഞാൽ മതി. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി എല്ലാം കൂടെ ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ചൊരു ലൂസായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ നല്ലത്. കാരണം ഇത് തണുത്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ആ ഒരു പാകത്ത് കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് തന്നെ കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഇതുപോലെ ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. അതൊന്ന് പകുതി മൂപ്പായിട്ട് വരുമ്പോൾ കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് രണ്ടും കൂടെ ഒന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പാൽവാഴക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഫ്താർ സമയത്തൊക്കെ അധികം മലബാർ ഏരിയയിലുള്ള വീടുകളിലും ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ പാൽവാഴക്ക. അപ്പോൾ നമ്മുടെ പാൽവാഴക്ക ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ അധികം പഴുപ്പ് കൂടാത്ത കുറച്ച് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം മുറിച്ചിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മൾ ആര് ഒക്കെ ഇതിൻ്റെ ഉള്ളിലുള്ള നാര് പെട്ടെന്ന് ഒന്ന് കളഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ പൊളിച്ചിട്ടാണ് കേട്ടോ നേന്ത്രപ്പഴം വേവിക്കാനായിട്ട് വെക്കുന്നത്. ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ആവിയിലോ വെള്ളത്തിലോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വേവിച്ചെടുക്കാം. വെള്ളത്തിൽ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊളിക്കേണ്ട ആവശ്യമില്ല. ഒരു പഴത്തെ ഒന്ന് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ വേവിക്കാനുള്ള പഴം പൊളിച്ചിട്ട് സ്റ്റീമറിന്റെ തട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി തിളക്കുന്ന വെള്ളത്തിന്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങുകളൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളിവിടെ 2 രീതിയിലുള്ള ഉന്നക്കായാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഉന്നക്കായിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് തേങ്ങ ചിരവിയതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. ചില ഏരിയയിലൊക്കെ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി മുട്ട ഇതിൽ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ മുട്ട ചേർത്ത് കൊടുക്കുന്നില്ല. ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു കളറായിട്ട് വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇത്രയും മതി. ഇന്ന് നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ മധുരമുള്ള ഉന്നക്കായയിലേക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എരിവുള്ള ഉന്നക്കായ കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. കാരണം ഒരു ഫില്ലിങ്ങിൽ ഇഞ്ചിയുടെ കടി ഒട്ടും തന്നെ പാടില്ല. അപ്പോൾ ഇഞ്ചി മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഫില്ലിങ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള സവാളയൊക്കെ എടുക്കുക കേട്ടോ.
സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ ഇതിലേക്ക് കറിവേപ്പില അരിഞ്ഞതും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് വഴറ്റിയതാ ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്കുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി പച്ചമുളക് എത്രയാണോ ചേർത്ത് കൊടുത്തത് അതിന്റെ അളവിനനുസരിച്ചിട്ട് എരിവിന് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു മസാലയുടെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ബീഫ് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളത് ചൂടാറി വന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയും മതി കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ എരിവുള്ള ഉന്നക്കായ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്. അങ്ങനെ നമ്മുടെ 2 ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇനിയിപ്പോ ഇത് നമ്മുടെ വേവിച്ചെടുത്തിട്ടുള്ള പഴം ഉണ്ടല്ലോ അതിന്റെ തൊലിയും നാരും ഒക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. പഴം നന്നായിട്ട് ചൂടാറാതെ ചെറിയൊരു ചൂടോട് കൂടിയിട്ട് ഉടച്ചെടുക്കാം കേട്ടോ. ഏറ്റവും നല്ലത് ഉടഞ്ഞു കിട്ടാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ഇതുപോലെ പൊട്ടറ്റോ സ്മാഷർ വെച്ചിട്ട് ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ ഗ്ലാസ് വെച്ചിട്ടോ ഗ്ലാസിന്റെ ബാക്ക് സൈഡ് വെച്ചിട്ടൊക്കെ കുത്തിയിട്ട് നമുക്ക് ഉടച്ചെടുക്കാം. ചില പഴമുണ്ട് കല്ല് പോലുള്ള പഴം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള പഴമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉന്നക്കായ്ക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ ഇതിൽ അങ്ങനത്തെ ഒരു പഴം കൂടെ പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാനിതാ നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയ നമ്മുടെ ഇഞ്ചിയൊക്കെ കുത്തുന്ന ഉള്ളിയൊക്കെ കുത്തുന്ന കല്ലുണ്ടല്ലോ അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഉടച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്നും കൂടെ കുഴച്ചെടുത്ത് ഉരുളയാക്കി എടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിലായിട്ട് 1 സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ എത്രത്തോളം വലുപ്പത്തിലാണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഉള്ള ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് ഉന്നക്കായന്റെ ഷേപ്പിലാക്കി എടുക്കാം. അപ്പൊ ഞാനിത് ആദ്യം ഇവിടെ ബീഫിന്റെ ഫില്ലിംഗ് ആണ് കേട്ടോ. ബീഫ് ഉന്നക്കായ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ഷേപ്പാക്കി എടുത്താൽ മതി. ഇതുപോലെ തന്നെ നമ്മൾ മധുരമുള്ള ഉന്നക്കായ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ എടുത്തിട്ട് കയ്യിൽ വെച്ച് നന്നായിട്ട് പരത്തി എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മുടെ തേങ്ങയും പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്ത് ഷേപ്പാക്കി എടുക്കാം. ഉന്നക്കായൻ്റെ ഷേപ്പാക്കി എടുക്കാം. മധുരമുള്ള ഉന്നക്കായ കുറച്ചൊരു ചെറിയ സൈസിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി ഓയിലോട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക, എല്ലാ ഭാഗവും ഒരുപോലെ കളറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ഒരു കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. ഇനി മധുരമുള്ള ഉന്നക്കായയും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു കളറായിട്ട് വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്ത് കോരി മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ബീഫും പഴംപൊരിയൊക്കെ കഴിക്കുന്നത് പോലെ തന്നെ നമ്മുടെ പഴത്തിൻ്റെ ഉള്ളിൽ ബീഫ് നിറച്ചിട്ടുള്ള എരിവുള്ള ഉന്നക്കായ അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാധാരണ മധുരമുള്ള ഉന്നക്കായയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പഴം വെച്ചിട്ടുള്ള അടുത്തൊരു റെസിപ്പി നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഈ ഒരു മീഡിയം പഴുപ്പായിട്ടുള്ള പഴം എടുത്തിട്ടുണ്ട്. അതിന് രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് ആ ഒരു കഷ്ണത്തെ ഒരു 4ആയിട്ട് ഇതുപോലെ ഒന്ന് ഈ ഒരു ഷേപ്പിലൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 1/2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഴംപൊരിനേക്കാളും കുറച്ചും കൂടി ഒരു ലൂസായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ വേണ്ടത്. നമ്മുടെ ദോശമാവിൻ്റെ ഒക്കെ ഒരു ലൂസ് മതി കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്കിത് അവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് സമൂസ ഷീറ്റാണ്. അപ്പോൾ ഞാനിവിടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ള സമൂസ ഷീറ്റിൻ്റെ ആ ഒരു സൈഡ് ഭാഗം എന്തായാലും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരില്ലേ. ആ ഒരു എക്സ്ട്രാ വന്നിട്ടുള്ള ആ ഒരു ഭാഗമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ എന്തായാലും വേസ്റ്റ് ആക്കുന്ന സാധനമല്ലേ. അപ്പോൾ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഇത് ഇതുപോലെ സ്ട്രിപ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള ഷീറ്റും എടുക്കാം കേട്ടോ. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സമൂസ ഷീറ്റും ഇതുപോലെ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സമൂസ ഷീറ്റ് ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റ് എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ സ്ട്രിപ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മളിതാ ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ ഓരോ പീസും ഈ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു സ്ട്രിപ്സ് വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചിക്കൻ പൊട്ടിത്തെറിച്ചതൊക്കെ ഉണ്ടാക്കുന്നില്ലേ, ഏകദേശം ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല ചൂടായിട്ടുള്ള ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം ഇതിന് ഒരുപാട് കട്ടിയായിട്ടുള്ള ബാറ്റർ ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക, എല്ലാ ഭാഗവും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കളറായിട്ട് കഴിയുമ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് ക്രിസ്പി, ഷീറ്റൊക്കെ നല്ല ഒരു ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് കോരിയെടുക്കാം.
അപ്പോൾ അതാ ഇത്രയുള്ള നമ്മുടെ പഴം പൊട്ടിത്തെറിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പഴം വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇതുപോലെ റെഡി ആക്കി എടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് റെസിപ്പീസ് ഒക്കെ ആണ് ഇത്. ഇഫ്താറിന്റെ സമയത്തോ അല്ലെങ്കിൽ 4 മണി ചായയുടെ കൂടെ ഒക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.